മോളെ പാക്കൊന്നും സംഭവിക്കൂല. ഈ മക്കളുടെ കരച്ചിൽ കണ്ടു പ്രിയപ്പെട്ടവരെ, ഈ മക്കളുടെ വേദന കണ്ടു, ഈ മക്കളുടെ സങ്കടം നിങ്ങൾ ആരും കാണാതെ പോകല്ലേ. ഈ മക്കള് നിന്ന് കരയാണ് തങ്ങളുടെ പിതാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഈ ഉമ്മയുടെയും മക്കളുടെയും വേദന നിങ്ങൾ ആരും കാണാതെ പോകല്ലേ. ഈ ഉമ്മയുടെയും മക്കളുടെയും സങ്കടം നിങ്ങൾ ആരും കേൾക്കാതെ പോകല്ലേ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ മാക്സിമം അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് ഒന്നും ഉണ്ടാവില്ല മോനി. മോനെല്ലാരും സഹായിക്കണേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ പിഞ്ച് കുഞ്ഞടക്കം 4 മക്കൾ അനാഥരായി പോകും. എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കരയല്ല കരയല്ല എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞു ഈ 4 മക്കള്. അയ്യോ കരയല്ല മോനെ. ഈ 4 മക്കൾ ഒന്നടങ്കം കരഞ്ഞുകൊണ്ട് പൊതുസമൂഹമായ കാരുണ്യ മനസ്കരായ നന്മ നിറഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാള സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കുമ്പോ, ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുത് പ്രിയപ്പെട്ടവരെ. ഈ പൊന്നുമക്കളുടെ കരച്ചിൽ കാണാൻ സാധിക്കുന്നില്ല, ഈ പൊന്നുമക്കളുടെ സങ്കടം കേൾക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ഉപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഞങ്ങളുടെ ഉപ്പയെ നിങ്ങളെല്ലാവരും സഹായിക്കണം. ഞങ്ങളുടെ ഉപ്പയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഞങ്ങളുടെ ഉപ്പയെ നിങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഈ പൊന്നുമക്കള് വളരെ വിങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരണേ. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ, നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ ഈ 4 പിഞ്ചു മക്കളുടെ പിതാവിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഓരോ അവയവങ്ങളും തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ച് പിന്നീട് കിഡ്നി പോലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവില് 3 ഡയാലിസിസ് ആഴ്ചയിൽ ചെയ്താണ് ജീവൻ മുന്നോട്ട് പോകുന്നത്. ഡയാലിസിസ് ചെയ്ത് ഒരു ചെവിയുടെ കേൾവി പോലും നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ്. വളരെ പെട്ടെന്ന് വളരെ എമർജൻസിയായി കിഡ്നി മാറ്റി വെക്കണമെന്നാണ് അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. മോളെ കരയല്ല, മോളെ കരയല്ല, കരയല്ല മോളെ, മക്കള് കരയല്ല കേട്ടാ, കരയല്ല. വളരെ പെട്ടെന്ന് 35 ലക്ഷം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രിയ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞു അടക്കം അനാഥരായി പോകും. എല്ലാവരും എന്നെ സഹായിക്കണം, ആരും എന്നെ കൈവിടരുത്. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ് പ്രിയപ്പെട്ടവർ. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ പുത്തനങ്ങാടി അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അലി എന്ന് പറയുന്ന 39 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട സഹോദരന് ഇരുവൃക്കകളും തകരാറിലായി വളരെ എമർജൻസിയായി വൃക്ക മാറ്റി വെച്ചാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയുമായി ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും പരമാവധി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാൻ ഒരു സാധ്യത ഉണ്ടാക്കി തരണേ. അലിയുടെ